ടോപ്പിക് വേറൊന്നുമല്ല, രാഹുൽ ഗാന്ധി. രാഹുലിന് അവിഹിത ബന്ധം, 2 മക്കൾ, കോൺഗ്രസ് നിശബ്ദതയിൽ ദുരൂഹത. ഇത് ജന്മഭൂമിയാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ജന്മഭൂമി ഇത് റിപ്പോർട്ട് ചെയ്യാൻ കാരണം സലാഹുദ്ദീൻ സൊഹൈബ് ചൗധരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബംഗ്ലാദേശ് ബേസ്ഡ് ജേർണലിസ്റ്റ് എന്നാണ് പറയുന്നത്. ഈ ബ്ലിറ്റ്സ് എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞിട്ട് അവരുടെ പോർട്ടലിനകത്ത് എക്സ്ക്ലൂസീവായിട്ട് കൊടുത്തിട്ടുള്ള അവരുടെ ന്യൂസിൻ്റെ മലയാളത്തിലേക്കുള്ള വേർഷനായിട്ടാണ് ഇവരെന്ത് ചെയ്തത്, ജന്മഭൂമിയിൽ രാഹുലിന് അവിഹിതം 2 കുട്ടികളുണ്ട് എന്നുള്ളത് അവർ പറയുന്നുണ്ട്. അപ്പം ഇത് ഞാൻ ഈ ബ്ലിറ്റ്സ് എക്സ്ക്ലൂസീവിൽ കയറിയിട്ട് ഒന്ന് വായിച്ചു നോക്കി. ഈ ബ്ലിറ്റ്സ് എക്സ്ക്ലൂസീവിൽ ഇതിനെക്കുറിച്ച് എന്താ പറയുക, ഭയങ്കര കുറേ റിപ്പോർട്ടും കുറേ പ്രൂഫൊക്കെ വെച്ച് ചെയ്ത പരിപാടിയൊന്നും അല്ല അവർ കുറേ എന്താ പറയുക അവരുടേതായിട്ടുള്ള രീതിയിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ഒക്കെ നടത്തിയിട്ട് ബംഗ്ലാദേശ് മീഡിയ എന്നുള്ളതും കൂടി നിങ്ങളത് ആലോചിച്ച് നോക്കണം. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് ഇതൊക്കെ കണ്ടുപിടിച്ചു എന്ന് എനിക്കറിയില്ല. ആഴ്ചയിൽ ഒരു ദിവസമാണ് ഇവർ പബ്ലിഷ് ചെയ്യാന്നൊക്കെ ഉണ്ട്. എന്താണെങ്കിലും അത് ഇവിടുത്തെ ചാനലുകളൊക്കെ ഇപ്പോൾ ഏറ്റെടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ന്യൂസ് 18 കേരളത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രണയങ്ങളും ഭാര്യയും കുട്ടികളും പ്രചരണങ്ങൾക്ക് പിന്നിലെ സത്യം എന്ന് പറഞ്ഞിട്ട് അവരിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മറുനാടൻ മലയാളി ആദ്യ കാമുകി ഗർഭിണി, ലഹരി മാഫിയ തലവന്റെ മകളിൽ 2 മക്കൾ. രാഹുൽ ഈശ്വർ എന്താ പറയുന്നത്, രാഹുൽ ഗാന്ധിക്ക് 2 ഭാര്യമാർ 2 മക്കൾ, ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. ജന്മഭൂമി ബ്ലിറ്റ്സ്. ഓക്കെ, അപ്പം ഇങ്ങനെ കുറേ ചാനലുകൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് നോക്കാമല്ലോ എന്താണ് ഇവർ ജന്മഭൂമിക്കകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇംഗ്ലീഷ് വായിക്കാൻ പോയി കഴിഞ്ഞാൽ ബ്ലിറ്റ്സിനകത്ത് ഒരു ലോഡ് എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് വൻ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും സ്നേഹ, ഐ എം ഹാൻഡിങ് ഓവർ ദിസ് ടു യു. മലയാളം വായിച്ചോ, തുടങ്ങിക്കോ. ന്യൂഡൽഹി. പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് പാർട്ടിയുടെ മുഖ്യ നേതാവുമായ രാഹുൽ ഗാന്ധി 2 മക്കളുടെ പിതാവാണെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ദ ബ്ലിറ്റ്സ് മാഗസിൻ നടത്തിയിട്ട് 2 ദിവസം കഴിഞ്ഞു. അല്ല, ഈ രാഹുൽ ഗാന്ധി 2 കുട്ടികളെ അച്ഛനായപ്പോ എന്താ പ്രശ്നം? അല്ല, ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കാം, രാഹുൽ ഗാന്ധിക്ക് എന്താ 2 കുട്ടികളെ അച്ഛനാവാൻ പാടില്ലേ? അല്ല, അതിലെന്താ ഞെട്ടാൻ മാത്രമല്ല. ഇനിയിപ്പോ ആണെങ്കിൽ തന്നെ എന്റെ അങ്ങനെ 2 കുട്ടികളെ അച്ഛനായാൻ പോയി. ഇന്ത്യയുടെ അല്ലെ പ്രതിപക്ഷ നേതാവിന് 2 കുട്ടികളുടെ അച്ഛനാവാൻ പാടില്ല എന്നുള്ളത് മറ്റേ എഴുതി വെച്ചിട്ടൊന്നുമില്ലല്ലോ. ഉണ്ടോ? ഇതിന്റെ ഞാൻ എന്താ സത്യം പറഞ്ഞ ആലോചിക്കുന്നത് എന്റെ മൈൻഡില്, ഈ മോദീനൊക്കെ കടന്നാക്രമിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ഇപ്പൊ രാഹുൽ ഗാന്ധി ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. സംഘപരിവാർ ടീമുകളൊന്നും ഇത് കുത്തിപ്പൊക്കി എടുത്തുകൊണ്ടിരില്ല. ഇങ്ങനെ 2 കുട്ടികളും ഭാര്യ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുണ്ടായിരിക്കൂ. ഇതിപ്പോ ജന്മഭൂമി ബിജെപിന്റെ അല്ലേ? ആരതാണെങ്കിലും എനിക്കറിയാൻ പാടില്ല ജന്മഭൂമി ആരതാന്നുള്ളത്. ബിജെപിന്റെ എന്താണെങ്കിലും ഈ ബ്ലിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള എന്താ പറയാ മാഗസീനിലാണ് ഇത് വന്നിട്ടുള്ളത്. മാഗസീനോ അതോ അവിടുത്തെ എന്താ പറയാ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിന്റെ ഭാഗമായി അവർ ഇറക്കുന്ന എന്തോ ഒരു സംഗതിയാണ്. എന്താണെങ്കിൽ അതിനകത്താണ് വന്നിട്ടുള്ളത്. സ്നേഹ, കൂടുതൽ വായിക്കൂ, എനിക്ക് കൂടുതലായിട്ട് അറിയണം എന്താണ് ഇതിന്റെ അല്ലേ. ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണം. ഞാൻ വിചാരിച്ചത് മോസ്റ്റ് എലിജിബിൾ ബാച്ചിലർ ഇൻ ഇന്ത്യ ഈസ് ലൈക്ക് രാഹുൽ ഗാന്ധി, അത് കഴിഞ്ഞാൽ ജിത്തുബായി എന്നാണ്. ഇനിയിപ്പോ രാഹുൽ ഗാന്ധി മാറിക്കൊടുത്തു കഴിഞ്ഞാൽ ജിത്തുബായിനെ തട്ടി നമുക്ക് മുന്നിലിടാലോ അല്ലേ. നേരെ കേട്ടോ, ഈ കപ്പൽ ആടി ഒലയും, അതുകൊണ്ട് ഈ വണ്ടി ആടി ഒലയും. കാരണം റോഡിന്റെ അവസ്ഥ ഇതാണ്, ഷോക്കാണ്. ഞങ്ങളെ കപ്പിത്ത ഒലച്ചോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒന്ന് സഹിക്കണം. ബാക്കി വായിക്കേ. അതെ, ഇത് ആടി ഒലച്ചതാ. ഇങ്ങനത്തെ റോഡാകുമ്പോ ഇത് ആടി ഒലയാതിരിക്കൂ. അതുകൊണ്ട് ഈ കപ്പല് ലേശം ആടും. നിങ്ങളൊന്ന് സഹിക്കണം. കമോൺ സ്നേഹ. ബാച്ചിലറിലെ 3ാമത്തെ ആളെ പേര് പറയണം, തൃഷ കൃഷ്ണൻ. ഓ, തൃഷ കൃഷ്ണൻ. അങ്ങനെ ഞാൻ സൽമാൻ ഖാൻ പറയും. ഈ ബാക്കി വായിക്കും രാഹുൽ ഗാന്ധിന്റെ. അത് അറിയണ്ട് നമുക്ക്. മാറ്ററിന് പോയി ബാക്കി. രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് ഇടയാക്കുന്ന വാർത്തയോട് കോൺഗ്രസ് നേതൃത്വം മൗനം പുലർത്തുന്നത് ഭയം കൊണ്ടാണെന്ന വിമർശനം ഉയരുന്നു. ഇത് സംബന്ധിച്ച് അന്വേഷണം വന്നാൽ രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി അതോടെ അവസാനിക്കുമെന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ നിശബ്ദത. രാഹുലിന്റെ വിദേശ ജീവിതത്തെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ആഭ്യന്തര വകുപ്പിന്റെ കൈവശമുണ്ട് എന്നത് കോൺഗ്രസുകാർക്ക് അറിയാം. കൂടുതൽ പ്രതികരിച്ചാൽ അത് തിരിച്ചടി ഉണ്ടാക്കുമെന്ന ബോധ്യം കോൺഗ്രസിനുണ്ട്. രാഹുൽ ഗാന്ധിയുടെ മറഞ്ഞിരിക്കുന്ന സ്വകാര്യ ജീവിതവും അവിഹിത ബന്ധങ്ങളും തുറന്നു കാട്ടുന്നതാണ് ലേഖനം. അദ്ദേഹം രാഹുൽ വിഞ്ചി എന്ന അപരനാമത്തിൽ ഒരു ദുരൂഹ ജീവിതം നയിക്കുന്നുവെന്ന് ലേഖനം ആരോപിക്കുന്നു. രാഹുൽ വിഞ്ചി ബോളിവുഡിൽ അടുത്ത സിനിമയ്ക്ക് പേരിടാം. ഏത്? സൽമാൻ ഖാൻ നായകനായിക്കോട്ടെ, അതാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും. ഏത് അല്ലേ? സൽമാൻ ഖാൻ ആണെങ്കിൽ 2 ബാച്ചിലേഴ്സ് ആണല്ലോ. 2 ഏകദേശം പറഞ്ഞു വരുമ്പോ ഈ ഇതേപോലെ സൽമാൻ ഖാനും കുറെ സെറ്റപ്പ് ഉണ്ട് എന്നൊക്കെ പറയലുണ്ടല്ലോ. രാഹുൽ വിഞ്ചി മോനെ, രാഹുൽ വിഞ്ചി ആളൊക്കെ പറഞ്ഞു. അടുത്ത വായിക്കും. രസമുണ്ട്.
ഇതിൽ കൊളംബിയൻ മയക്കുമരുന്ന് മാഫിയ തലവന്റെ മകൾ വെറോണിക് കാർട്ടലിയുമായി രാഹുൽ ഗാന്ധിക്ക് അടുത്ത ബന്ധം ഉണ്ടായിരുന്നുവെന്നും അവർ രണ്ടുപേർ മക്കളുടെ മാതാവാണെന്നും ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. വാവ്, വെറോണിക്ക കാർട്ടലി ട്ടോ. രണ്ട് മക്കളുടെ മാതാവാണെന്നല്ല പറഞ്ഞ രണ്ടുപേരും രണ്ട് മക്കളുടെ പിതാക്കന്മാരാ. ഓക്കെ, എന്നിട്ട് രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതത്തെ പ്രതിസന്ധിയിലാക്കാൻ സാധ്യതയുള്ള വെളിപ്പെടുത്തലുകളാണ്. ഇക്കാര്യത്തിൽ ഉന്നത ഏജൻസികൾ നടത്തുന്ന ദേശീയ അന്തർദേശീയ തലത്തിലുള്ള അന്വേഷണം അനിവാര്യമാണെന്ന് മാഗസിൻ അഭിപ്രായപ്പെടുന്നു. രാഹുൽ ഗാന്ധി ഭാരതത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനം ലക്ഷ്യമിടുന്ന ഒരാളാണെന്നതിനാൽ വെളിപ്പെടുത്തലുകൾ ഏറെ ഗൗരവം കൂടിയതാണ്. ആരോപണങ്ങൾ കോൺഗ്രസ് പാർട്ടിയിലും രാഷ്ട്രീയ രംഗത്തും വലിയ തർക്കങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. എവിടെ ആരും വഴിവെച്ചതായിട്ട് ഞാൻ കണ്ടില്ല. ഇതാരും ചർച്ച ചെയ്യണില്ല. ഇതിപ്പോ 2-3 ചാനലിൽ ഇങ്ങനെ കണ്ടോണ്ടാണ് ഞാൻ വീഡിയോ ആക്കിയത്. കാരണം അല്ല, ഞാൻ ആലോചിക്കുന്നത് എന്താ അറിയോ, അല്ല ഈ രാഹുൽ ഗാന്ധിന്റെ പേഴ്സണൽ ലൈഫ് എടുത്തു വെച്ചിട്ട് പറയേണ്ട ആവശ്യം എന്താ? അങ്ങേര് ആസ് എ പൊളിറ്റീഷ്യൻ അയാൾ എന്ത് നാടിന് വേണ്ടി ചെയ്യുന്നു, അയാൾ ഏത് രീതിയിൽ അയാളെ പൊളിറ്റിക്കൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് മാത്രം നോക്കിയാൽ പോരെ. ഇത്രയും കാലം പ്രതിപക്ഷ നേതാവ് ഒരാളുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഒരു മറുശബ്ദം കേൾക്കാനുണ്ടായിരുന്നില്ല. ഇപ്പൊ അത് ഇപ്പൊ രാഹുൽ ഗാന്ധി ശക്തമായി സംസാരിച്ചൊക്കെ വരുന്നോണ്ട് ഏത് രീതിയിലാണെങ്കിലും അടിച്ച്. അല്ല, ഞാൻ അതല്ല ആലോചിക്കുന്നത്, ഇത്ര കാലമായിട്ട് ഇവർക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. ആ കുട്ടികൾക്ക് എത്ര വയസ്സൊക്കെ പറയുന്നുണ്ടല്ലോ, സ്നേഹയില് 12 വയസ്സോ 19 വയസ്സോ വായിക്കും. ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ അന്വേഷണം നടത്തണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന് പിന്നെ അതാണല്ലോ പണി, രാഹുൽ ഗാന്ധിന്റെ മറ്റേ പ്രൈവറ്റ് ലൈഫ് അന്വേഷിക്കില്ല. കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം. രാഹുൽ ഗാന്ധി പ്രധാന രാഷ്ട്രീയ നേതാവായതുകൊണ്ട് ദ ബ്ലിറ്റ്സ് വ്യാജാരോപണങ്ങൾ ഉയർത്തി പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാ തെളിവുകളും പൊതുജനങ്ങളുടെ മുന്നിൽ വരണം. ബ്ലിറ്റ്സ് ലേഖനത്തിൽ രാഹുൽ ഗാന്ധി വിംസി എന്ന പിതൃനാമം ഉപയോഗിക്കുന്നതായും വെറോണിക് കാർട്ടലി എന്ന യുവതിയിൽ നിന്ന് 19 വയസ്സുള്ള ന്യാക് വിഞ്ചി, 15 വയസ്സുള്ള മിനിക് വിഞ്ചി എന്നിങ്ങനെ 2 മക്കളുണ്ടെന്നും പറയുന്നു. പേര് കൊള്ളാം. അതന്നെ പറ. എന്താ ലൂസിഫർ സിനിമയോ? വായിക്കണോ? ഇവരുടെ വിവാഹം ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലും കുട്ടികൾ വിംസി എന്ന പിതൃനാമം ഉപയോഗിക്കുന്നുവെന്നാണ് മാഗസിൻ കണ്ടെത്തിയത്. അഫ്ഗാനിസ്ഥാനിലെ രാജാവായിരുന്ന മുഹമ്മദ് സാഹിർ ഷായുടെ ചെറുമകൾ നോയൽ സഹർ രാജകുമാരിയുമായിട്ടുള്ള രാഹുലിന്റെ ബന്ധവും ദ ബ്ലിറ്റ്സ് വാർത്തയിലുണ്ട്. അയ്യോ, രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി അല്ലേ? രാഹുൽ ഗാന്ധി ഏതാ മുതല്? രാഹുൽ ഗാന്ധി രാജാവിന്റെ മോനെ റിച്ച് പ്രോ മാക്സ് അല്ലേ? നമ്മളെ ഷസാം പറഞ്ഞ മുതല് ഭയങ്കരമാണ് ആള്. പറ. രാഹുലുമായുള്ള വിവാഹത്തിനുള്ള തയ്യാറെടുപ്പിനായി നോൽ രാജകുമാരി റോമൻ കത്തോലിക്ക ക്രിസ്ത്യാനിയിലേക്ക് പരിവർത്തനം ചെയ്തു. അടുത്തത്, സോണിയാഗാന്ധിയുടെ ഇറ്റലിയിലെ ചാപ്പലിൽ കാമുകി നോലിനൊപ്പം രാഹുൽ ഗാന്ധി പലപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു. ഗർഭിണിയായപ്പോൾ രാഹുലും നോലും തമ്മിലുള്ള ബന്ധം വഷളായി. ഗർഭചിത്രം നടത്തണമെന്ന് രാഹുൽ നിർബന്ധിച്ചു. ഇത് നോളിനെ വല്ലാതെ വേദനിപ്പിച്ചു. രാഹുലിനെ വഞ്ചകനായി കണ്ട് അവൾ ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. നോയൽ സഹർ സായി. ഇതെന്റെ ഗർഭമല്ല, എന്റെ ഗർഭം ഇങ്ങനെയല്ല, ഇത് ഞാനല്ല. ഫോണൊന്നും വലിച്ചോ മോളെ, ഞാനൊന്നും ചെയ്യില്ല. നോയൽ സഹർ സായിദ് രാജകുമാരൻ എന്നറിയപ്പെടുന്ന ഈജിപ്ഷ്യൻ രാജകുമാരൻ മുഹമ്മദ് അലിയെ വിവാഹം കഴിക്കുകയും ചെയ്തു. പെണ്ണ് വേറെ വിവാഹം കഴിച്ചു. കഴിഞ്ഞോ? ഇത്രേ ഉള്ളൂ. ഇതാണ് ഇപ്പം ഇത്രയും വലിയ മറ്റേ എന്താ പറയാ, ഇങ്ങനെ വലിയ ബോംബ് ആന ചേന എന്നൊക്കെ പറഞ്ഞത്. എന്താണെങ്കിലും ഇങ്ങേർക്ക് അല്ലല്ല ഇങ്ങേർക്ക് ഇതൊന്ന് പറയട്ടിടൂ. ഇങ്ങേർക്ക് വൻ കമ്പനികളുണ്ട് ബ്രിട്ടനില്. ബ്രിട്ടൻ ബേസ്ഡ് ആയിട്ട് ഇങ്ങനെ ഭയങ്കരമായ ഡീലുകൾ നടത്തുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഇങ്ങയുടെ പ്രൈവറ്റ് ലൈഫിൽ ഇങ്ങേർക്ക് എന്താണ്, ഹിന്ദു സ്ത്രീകളെ ഇഷ്ടമല്ല. പിന്നെന്തെയ്യുന്നു അതിനകത്ത് പറയുന്നത്? ഞാൻ പറഞ്ഞ രാഹുൽ ഈസ് എ വെരി ഫ്രണ്ട്ലി ഇൻഡിവിജ്വൽ. അതായത് രാഹുൽ ഗാന്ധിനെ കുറിച്ചിട്ട് ക്ലാസ്മേറ്റ് പറഞ്ഞു കേട്ടോ, ട്രിനിറ്റി കോളേജിൽ പഠിച്ച ക്ലാസ്മേറ്റ് ഷെയർ ചെയ്താണ്. രാഹുൽ ഈസ് എ വെരി ഫ്രണ്ട്ലി ഇൻഡിവിജ്വൽ. വി നോ ഹി ഈസ് എക്സ്ട്രീംലി സെക്യുലർ ബൈ നേച്ചർ. ഹി ലവ്സ് ഫ്രൈഡ് ബേക്കൺ ആൻഡ് ബീഫ് സ്റ്റിക്ക്. ഹിസ് ലൈഫ് സ്റ്റൈൽ ഈസ് എൻറ്റയർലി വെസ്റ്റേൺ. വി നെവർ ഫെൽറ്റ് ദാറ്റ് ഹി ഹെയിൽഡ് ഫ്രം എ ഹിന്ദു ഫാമിലി.
മനസ്സിലായി, ഹിന്ദു ഫാമിലിയിൽ നിന്ന് വന്നതെന്നുള്ളത് അറിയില്ല. ഞാനും beef steak ഞാൻ പറയുന്നത് based on findings supported by solid evidence, it is apparent that Hindu women have no place in Rahul Gandhi's romantic life. മനസ്സിലായോ? Instead, he always been attracted to non-Hindu women, including Muslims. അത് എഴുതി വെക്കുന്നതിന് നിങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങള് ഹിന്ദുക്കളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ, ഹിന്ദു സ്ത്രീകൾ രാഹുൽ ഗാന്ധി കണ്ണടക്കും. അതെ, കണ്ട ഓർഡർ അപ്പൊ കൂളിംഗ് ക്ലാസ് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ കണ്ണെടുത്താൽ ഒറ്റ പോക്കണം പോകും. ഓൺലി പദയാത്ര നടത്തും. അതെ, എന്തുവാണ് ഇതൊക്കെ എന്ത് ബേസിസിലാണ് ഇത്? ഏത് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആലോചിക്കണതല്ല, ഈ കേന്ദ്ര സർക്കാർ 10 വർഷം ഭരിച്ചിട്ട് ഇത്രയും കാലം ഇവർക്ക് ഒരു പൊടി പോലും കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ആലോചിക്കണത്. അല്ല, ഇതിനിടയിൽ കുറെ കോൺട്രവേഴ്സീസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ റിലേറ്റഡ് ആയിട്ട്. പക്ഷെ അതൊരു വ്യക്തിയുടെ പേഴ്സണൽ താല്പര്യം, അയാളെ പേഴ്സണൽ ജീവിതമാണെന്നുണ്ടെങ്കിൽ എന്ത് പോയുടെ നാട്ടുകാർക്ക്. ഞാൻ അതായിരിക്കുന്നത് ബൈ പ്രൊഫഷണൽ മാത്രം നോക്കിയാൽ പോരെ, ഈ പേഴ്സണൽ ലൈഫിലേക്ക് എന്തിനു ഇടിച്ചു കയറി ചെല്ലണം എന്നുള്ള ചോദ്യമുണ്ട്. ഇനിയിപ്പോ പേഴ്സണൽ ലൈഫിലേക്ക് ചെല്ലാം. എങ്ങനെ അറിയോ? പേഴ്സണൽ ഇപ്പൊ രാഹുൽ ഗാന്ധിക്കെതിരെ ഏതെങ്കിലും ഒരു ലേഡി എന്നെ ചീറ്റ് ചെയ്തു, എന്നെ മോശമായ രീതിയിൽ എന്തെങ്കിലും ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലും വാഗ്ദാനം തന്ന് എന്തെങ്കിലും ചെയ്തു എന്നൊക്കെ പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ അതിലൊരു കാര്യം. ഇത് രാഹുൽ ലേഡി മുന്നിക്ക് വരുമ്പോഴല്ലേ ഇതൊരു ചർച്ചയ്ക്ക് ആവശ്യമുള്ളൂ ഞാൻ ആലോചിക്കുന്നത്. ഇപ്പൊ ഒരാളെ പറ്റി വേറൊരാൾക്ക് എന്ത് വിളിച്ചു പറയാം, ഒരാൾ തെളിവ് സഹിതം എന്നെ പറ്റിച്ചു, ഇതാ ഞങ്ങൾക്ക് 2 കുട്ടികളുണ്ടെന്നൊക്കെ ഒരാൾ വരുന്നു പറയുമ്പോഴല്ലേ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടുള്ളൂ എന്നുള്ളതാണ് എന്റെ ഒരു സൈഡ്. അതെ, രാഹുൽ വിഞ്ചി അല്ലേ? വിഞ്ചി, രാഹുൽ വിഞ്ചി എന്താണെന്നുണ്ടെങ്കിലും പറയാൻ പറ്റില്ലോ. സ്നേഹ റോബർട്ട് വടേരന്റെ അപ്പുറത്തെ പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല മോളെ, വേറെ കളിയാണ്. അപ്പൊ എന്താണെങ്കിലും ഈ സംഗതി കണ്ടപ്പോ ഞാൻ അങ്ങനെ ആലോചിച്ചു, ഇതിൽ എന്തോ ഭയങ്കരമായിട്ടുള്ള എന്തോ പൊട്ടിത്തെറിക്കുള്ള സാധനം ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരുന്ന് വീഡിയോസ് ഒക്കെ ഇരുന്ന് കണ്ടതും ഈ സാധനങ്ങളൊക്കെ പുല്ലിരുന്നിരുന്ന് വായിച്ചതും. വായിച്ചു കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് ഇതിനകത്ത് പ്രത്യേകിച്ച് പൊട്ടാനും ചീറ്റാനും ഒന്നും ഇല്ല. ഓക്കെ, രാഹുൽ ഗാന്ധി കുറച്ചും കൂടി സ്ക്രിപ്റ്റ് എഴുതാനൊക്കെ പറ്റിയെന്ന് വെച്ചപ്പോ രാഹുൽ ഗാന്ധി ഒട്ടുമാവിന്റെ തയ്യും കൊണ്ട് ഗുരുവായൂർക്ക് അങ്ങനെയൊക്കെ പറഞ്ഞു പോകലുണ്ട്. അല്ല, അതുണ്ട്, അതറിയില്ലേ? ഇതിനകത്തൊരു സാധനം ഉണ്ട്. കുമരകത്തെങ്ങാണ്ട് രാഹുൽ ഗാന്ധി വന്ന സമയത്ത് ഏതോ ഒരു ലേഡിയുടെ കൂടെ കുമരകത്ത് ഹൗസ് ബോട്ടിൽ നിന്ന സമയത്ത് ഇമ്മോറൽ ട്രാഫിക് എന്ന് പറഞ്ഞിട്ട് ഏതൊരാൾ കേസ് കൊടുത്തതിനെ കുറിച്ചിട്ടൊക്കെ ഇതിന് റെഫറൻസ് പറയുന്നുണ്ട്, ഇതിനകത്ത് പറയുന്നുണ്ട്. ഞാൻ സംഭവം നടന്നിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയാൻ പാടില്ല. ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് വേണം തപ്പാൻ വേണ്ടിട്ട്. എന്താണെങ്കിലും കൊള്ളാടേ, അങ്ങേര് കല്യാണം കഴിക്കാതിരിക്കുക, അയാളുടെ പ്രൈവറ്റ് ലൈഫിൽ അയാൾ എന്തോ ചെയ്തിട്ട് പോട്ട്. മനസ്സിലായ? അയാൾ ഇപ്പൊ ഈ രാജ്യത്ത് അത്യാവശ്യം ശബ്ദിക്കുന്ന ഒരു ശബ്ദമായി മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പുറത്തുള്ള ഞാൻ ആലോചിക്കുന്നത് എന്താ പറയുക, നിങ്ങൾക്ക് ഇയാളെ ഒതുക്കാൻ ഇതിലും വലിയൊരു ടൂൾ ഇനി വേണ്ട. ഇങ്ങനെക്കെതിരെ ഒരു സാധനം അഴിച്ചു വിടണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് സിമ്പിൾ ആയിട്ട് ഈ പറഞ്ഞ വിഞ്ചി സാധനം എടുത്തിട്ടാ മതി. അത് എടുത്തിടാൻ ഏറ്റവും പറ്റിയ സാഹചര്യമാണ് എന്ത് ഇപ്പോ ഇങ്ങനൊരു എന്താ പറയാ ആർട്ടിക്കിളും കൂടി വന്നതുകൊണ്ട് ഇത് അന്വേഷിച്ച് പിടിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സെൻട്രൽ ഗവൺമെന്റ് ആണെന്നുണ്ടെങ്കിലും ബാക്കി എന്താ രാഷ്ട്രീയ എതിരാളികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സാധനം പ്രൂഫോട് കൂടി വേണമെങ്കിൽ വന്ന് എത്തിച്ച് മുന്നിൽ ഇട്ട് കൊടുക്കാൻ പറ്റും. പക്ഷെ അത് ഭരണ പാർട്ടി അല്ലല്ലോ, അതുകൊണ്ടാണ് അധികം സ്ട്രോങ് ആയിട്ട് വരുന്നത്. സംബന്ധിച്ചിടത്തോളം രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് ഒരു വളരെ വലിയൊരു പ്രതിപക്ഷ നേതാവായിട്ട് തന്നെയാണ് ഇപ്പൊ അയാൾ അത് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലടുത്ത് പോരായ്മകൾ ഉണ്ടാവും, പക്ഷെ ഒരു എതിർ ശബ്ദമായിട്ട് ഇപ്പൊ ഇയാൾ വന്നോണ്ട് പൊന്തി വന്നോണ്ടിരിക്കും. ഈ ടൈമിൽ അവർക്ക് യൂസ് ചെയ്യാലോ. ഭരണ പാർട്ടി അല്ലാത്തോണ്ടാവും ചിലപ്പോ അവര് അങ്ങനെയൊന്നുമില്ല സ്നേഹം. എന്താ ഈ പറയുന്നത്? ഒപ്പോസിഷൻ ലീഡർക്കെതിരെ ഇത്രയും വലിയൊരു ആരോപണം വരുമ്പോ അവർക്ക് കൃത്യമായി യൂസ് ചെയ്തിട്ട് ഇയാളെ അടിച്ചിരുത്തിക്കൂടെ? പിന്നെ ഇവിടെ മോദീന്റെ നേരെ നീച്ചു നിന്നിട്ട് അദാനി അംബാനി വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആര്? രാഹുൽ ഗാന്ധി. അപ്പൊ അവിടുന്ന് 2 വിഞ്ചി എറിഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ലേ? അതുപോലും ചെയ്യുന്നില്ലല്ലോ. ഇന്നാ എന്താ പറയുന്നത്? ജന്മഭൂമി ഇന്ത്യൻ ഇന്റലിജൻസിന്റെ എല്ലാ സാധനവും ഉണ്ട്. പിന്നെ അതെന്താ എടുത്ത് വെക്കാൻ വേണ്ടിട്ട് മറ്റേ രാഹുൽ ഗാന്ധിന്റെ വിഞ്ചി പറത്തിയിട്ടാണല്ലോ ISRO റോക്കറ്റ് വിടുന്നത് എടുത്ത് വെക്കാൻ വേണ്ടിട്ട്. ഗ്രന്ഥം മാതിരി സൂക്ഷിച്ചായിരിക്കും. എന്തോ നടയത് ഞാൻ കേട്ടപ്പോഴും കണ്ടപ്പോഴും നല്ല കോമഡി ആയിട്ട് തോന്നി. ഇനിയിപ്പോ ഉണ്ടെങ്കിൽ തന്നെ ഇതിലുള്ള കാര്യങ്ങളൊക്കെ ഉള്ള പോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധിന്റെ ലൈഫടെ അയാൾ എന്തോ ചെയ്തിട്ട് പോട്ട്. മനസ്സിലായ? അതിന് എന്ത് ചെയ്യണം നമ്മള്? അല്ലേ? അല്ല, രാഷ്ട്രീയ തലവന്മാരാകുമ്പോ രാജ്യത്തിന് എന്ത് ചെയ്യുന്നു, അവരെ കൊണ്ടുള്ള എന്ത് സംഭാവന ചെയ്യണം എന്നുള്ളതാണ് കാര്യമായിട്ട് നോക്കേണ്ടതാണ്. നമുക്ക് എന്ത് അങ്ങേര് ചെയ്തു തരുന്നു ആസ് എ പൊളിറ്റിക്കൽ ഇങ്ങനെ നടക്കുന്ന കാരണം കൊണ്ട് നമ്മളെ രാജ്യത്തിന് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അവര് ഒരു പോസ്റ്റ് അലങ്കരിക്കുമ്പോൾ അതിന് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് എതിർ ശബ്ദം എന്തായാലും വരണം. അതല്ലാതെ അയാളെ ലൈഫ് വേറെയും അയാളെ കാര്യങ്ങൾ വേറെ ആയിട്ട് നടക്കണമെങ്കിൽ അതിൽ ഇടപെടേണ്ട ആവശ്യം. വേറെ സ്ഥലത്ത് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടാണ്, ഏത് സ്ഥലത്ത് എനിക്ക് ഓർമ്മയില്ല, അതിൽ പറയുന്നുണ്ട് ഒരു രാഷ്ട്രീയ നേതാവിന് പുറത്തെ നാട്ടില്
അവിഹിതവും 2 കുട്ടികളുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ എന്താ പറയാ അതന്നെ ബാച്ചിലർ ആയിട്ട് നടക്കാന്ന് പറയാണ്. അപ്പൊ അതൊരു തെറ്റാണെന്ന രീതിയിലാണ് വരുന്നത്. അതായത് ഇവിടെ ബാച്ചിലർ എന്ന് പറയാ, പുറത്ത് ബന്ധങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട്. പറയാൻ പറ്റില്ല, ചിലപ്പോ അതുകൊണ്ടായിരിക്കുമല്ലോ. എന്താണെങ്കിലും കുഴപ്പമില്ല. ഇനി രാഹുൽ ഗാന്ധി ഉണ്ട്, കുഴപ്പമില്ല. രാഹുൽ ഗാന്ധി അയാളുടെ പ്രൈവറ്റ് ലൈഫിൽ ഇനി അങ്ങനെയാണെങ്കിൽ ആണ് മാറിക്കോട്ടെ. ജിത്തുബായി ഉണ്ട്, ക്രോണിക് ബാച്ചിലർ. ഞാന് സൽമാൻ ഖാൻ, തൃഷ, അങ്ങനെയുള്ള ജിത്തു വിഞ്ചി. അപ്പൊ ഓക്കെ ബൈ, നിർത്തട്ടെ. പിന്നെ നാനോ മൈക്രോ ഇങ്ങനെ വരും. അതെ, ലാസ്റ്റേ ഇയാളെ ഇടയ്ക്കിടയ്ക്ക് മറ്റേ ബാംഗ്ലൂർ, ഗുണ്ടൽപേട്ടും മറ്റേ ബാംഗ്ലൂരൊക്കെ പോകലുണ്ട്. അവിടുന്ന് ലാസ്റ്റ് ജിത്തു വിഞ്ചിന് മോനാറിന് വരുമോ പറയാൻ പറ്റൂല. ഓക്കെ ബൈ. അതെ, അച്ഛൻ എന്താ അച്ഛമില്ല അച്ഛൻ. ഇതാണ് എന്റെ അച്ഛൻ, ഇതാണ് എന്റെ അച്ഛൻ. ജിത്തുബായ്, ജിത്തുബായ്, ജിത്തു വിഞ്ചി. അയ്യോ.